എല്ലാ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ പരിശ്രമിച്ചോ? എല്ലാ അവസരങ്ങളും പണവും നിങ്ങൾക്ക് തന്നു. നിങ്ങൾ എന്താണ് ചെയ്തത്? നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം തിരുവനന്തപുരം നഗരത്തിന് അനുവദിച്ച പണത്തിന്റെ മുഴുവൻ ഒരു കണക്ക് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ പണം എന്ത് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് വികസനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. തിരുവനന്തപുരം എങ്ങനെ വികസിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു മുൻകൂട്ടിയുള്ളത് യാതൊരു തയ്യാറെടുപ്പുമില്ല. നിങ്ങൾക്ക് ഭരണത്തിൽ കയറി ഖജനാവ് കൊള്ളയടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. LDF വന്നാലും UDF വന്നാലും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നതിലപ്പുറം സാധാരണക്കാരന്റെ ഏത് പ്രശ്നങ്ങൾക്കാണ് നിങ്ങൾ പരിഹാരം കണ്ടിട്ടുള്ളത്? ഈ ചോദ്യമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വികസനം അത് മുൻനിർത്തി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് NDA മാത്രമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ശരിയായ ഭരണമില്ലെങ്കിൽ കേന്ദ്രം എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന്റെ പ്രയോജനം ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടില്ല. മോദി സർക്കാർ നേരിട്ട് നടത്തുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ വിജയപ്രദമാണ്. എന്നാൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും അവതാളത്തിലാണ്. മോദി നേരിട്ട് ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും എല്ലാ പ്രോജക്റ്റുകളും ഇവിടെ വിജയപ്രദമാണ്. സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും ഇവിടെ പരാജയമാണ്. ഇവിടെ ജൽജീവൻ മിഷൻ പരാജയമാണ്. ഇവിടെ PM ആവാസ് യോജന, അർബൻ ആവാസ് യോജന പരാജയമാണ്. ഇവിടെ ആയുഷ്മാൻ ഭാരത് പരാജയമാണ്. ഇവിടെ PM വയോവന്ദൻ യോജനയിൽ ഒപ്പുവെച്ചിട്ടില്ല. സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പരിപാടികളും ഇവിടെ അവതാളത്തിലാണ്. ഇവിടെ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിജയപ്രദമാണ്. പട്ടിണി മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഒരു മുറയും ഒരു മടിയും ഒരു കാലതാമസവും ഇല്ലാതെ എല്ലാവർക്കും ലഭിക്കുന്നു. ഇവിടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന സമ്പൂർണമായ വിജയമാണ്. അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് വൈകാതെ അത് കൃത്യമായി ജനങ്ങൾക്ക് ലഭിക്കുന്നു. പ്രധാനമന്ത്രി മുദ്ര യോജന ഇവിടെ വിജയപ്രദമാണ്. ആവശ്യപ്പെട്ട അർഹതപ്പെട്ടവർക്കെല്ലാം അത് ലഭിക്കുന്നു. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ഇവിടെ വൻ വിജയമാണ്, എല്ലാവർക്കും ലഭിക്കുന്നു. പ്രധാനമന്ത്രി സ്വനിധി ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ള പാവപ്പെട്ട ഉന്തുവണ്ടി കച്ചവടക്കാർക്ക്, പെട്ടിക്കടക്കാർക്ക്, പച്ചക്കറി കടക്കാർക്കൊക്കെ നൽകുന്ന ധനസഹായം അതിവിടെ വിജയപ്രദമാണ്. മുദ്രാ വായ്പ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കേരളത്തിലെ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മലപ്പുറം ജില്ലയാണ്. അതെല്ലാം വിജയപ്രദമാണ്. ജൽജീവൻ മിഷൻ 7600 കോടി രൂപ കേരളത്തിന് നൽകിയിട്ടും 50% സംസ്ഥാനം നീക്കിവെക്കുന്നതിന് അവരുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പദ്ധതി അവതാളത്തിലായി. പ്രധാനമന്ത്രി ആരോഗ്യ സുരക്ഷാ പദ്ധതിയായിട്ടുള്ള പദ്ധതി കേരളത്തിൽ അവതാളത്തിലാണ്. PM വയോവന്ദൻ യോജന 70 വയസ്സ് കഴിഞ്ഞവർക്ക് 10 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന PM വയോവന്ദൻ യോജനയിൽ സർക്കാരിന് പണം നീക്കിവെക്കാനില്ലാത്തതുകൊണ്ട് കേരളം ഒപ്പുവെച്ചിട്ടില്ല. PM ശ്രീ സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അവർ ആദ്യം തലയിൽ മുണ്ടിട്ട് അവിടെ പോയി. നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെ മധ്യസ്ഥതയിലാണെന്നാണ് പറയുന്നത്. ഒപ്പിട്ട് വന്നു. നമ്മുടെ കുട്ടികൾക്ക് എത്രയോ നല്ല സഹായം ലഭിക്കുമായിരുന്ന പദ്ധതി ഇവിടെ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉള്ളിടത്തെല്ലാം മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പരാജയപ്പെടുകയാണ്. ഒന്നുകിൽ ഇവരുടെ കയ്യിൽ പണം നീക്കിവെക്കാനില്ല, അല്ലെങ്കിൽ ഇവർക്ക് കാര്യക്ഷമമായി പദ്ധതി നടത്തിപ്പിനുള്ള പ്ലാനിംഗ് ഇല്ല. സ്മാർട്ട് സിറ്റി പരാജയപ്പെട്ടു. ഉത്തരവാദി നരേന്ദ്രമോദിയല്ല, കേരളമാണ്. സ്മാർട്ട് സിറ്റിക്ക് കൃത്യമായൊരു നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതൊന്നും കേരളം പാലിച്ചില്ല.
ശരിയായ എസ്റ്റിമേറ്റ് ഇല്ല. സമയബന്ധിതമായി പല പദ്ധതികളും പൂർത്തിയാക്കിയില്ല. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള പദ്ധതിക്ക് ഒരു വലിയ വാട്ടർ ടാങ്ക് കെട്ടാൻ പോലും അവർ തയ്യാറായില്ല. ചെങ്കൽച്ചോളയിൽ ഭവന നിർമ്മാണ പദ്ധതി സമ്പൂർണമായി പരാജയപ്പെട്ടു. പണം വാങ്ങുക, അത് വകമാറ്റി ചെലവഴിക്കുക. യഥാർത്ഥത്തിൽ പറഞ്ഞ പദ്ധതികളൊന്നും ഇവിടെ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെന്റിനില്ല. അതുകൊണ്ട് മോദി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും, പ്രധാനമന്ത്രി എന്തെല്ലാം ആനുകൂല്യങ്ങൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചാലും, അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയും സംസ്ഥാന ഗവൺമെന്റ് വഴിയും സാധാരണക്കാരന് ശരിയായി ലഭ്യമാവണമെങ്കിൽ, പദ്ധതി നടത്തിപ്പ് സുതാര്യവും അഴിമതിരഹിതവും സമയബന്ധിതവുമായി നടപ്പാക്കണമെങ്കിൽ NDA ഭരണസമിതികൾ ഇവിടെ അധികാരത്തിൽ വരേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ വോട്ടർമാരോട് അതാണ് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയം എന്തുമാവട്ടെ, നമ്മുടെ നാടിന്റെ വികസനം, നമ്മുടെ കുട്ടികളുടെ ഭാവി, നല്ല വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, നാട്ടിൽ നല്ല വികസനം, നല്ല റോഡുകൾ. നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന കേന്ദ്രം നേരിട്ട് നടപ്പാക്കുന്നതാണ്. 2500 കിലോമീറ്റർ റോഡ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അധികമായി കേരളത്തിൽ ഗ്രാമീൺ സഡക് യോജനയിൽ പണി പൂർത്തിയായി കഴിഞ്ഞു. ദേശീയപാത വികസനം 65,000 കോടി രൂപയുടെ ഓൺഗോയിങ് പ്രോജക്റ്റുകളാണ് നടക്കുന്നത്. 65,000 കോടി. യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ഭൂമിയുടെ കസ്റ്റോഡിയൻ കേന്ദ്രമല്ല, സ്റ്റേറ്റ് ആണ്. എന്നാൽ കാശില്ലെന്ന് പറഞ്ഞ് അവർ അതിൽ നിന്ന് പിന്മാറി. സ്റ്റേറ്റ് വിഹിതം വെക്കാതെയും ദേശീയപാത വികസനം കേരളത്തിൽ നടക്കുകയാണ്. ഒരു തടസ്സവുമില്ലാതെ ദേശീയപാത വികസനം നടക്കുന്നു. തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ നോക്കൂ. ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളും. നേമത്ത് അഡീഷണൽ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം. നേമം ടെർമിനൽ യാഥാർത്ഥ്യമാവുകയാണ്. വർക്കലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞാൻ എല്ലാ പേരുകളും പറയുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ദേശീയപാത വികസനം സമ്പൂർണമായിട്ട് നടക്കുന്നു. റെയിൽ കണക്ടിവിറ്റി സുഗമമായി നടക്കുന്നു. തീവണ്ടി ആപ്പീസുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് വികസിപ്പിക്കുന്നു. കേന്ദ്രത്തിന്റെ കൈത്താങ് നേരിട്ടുള്ളതെല്ലാം വിജയമാണ്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്ത് സംസ്ഥാനങ്ങൾ വഴി നടപ്പാക്കുന്നതെല്ലാം പരാജയപ്പെടുന്നു. ഇതിന് ഉത്തരവാദികൾക്ക് നിങ്ങൾ വീണ്ടും വോട്ട് ചെയ്യണോ, നമ്മൾ അവരെ തന്നെ വീണ്ടും അധികാരത്തിൽ കയറ്റണമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരു വികസിത കേരളം എന്നുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. വികസിത കേരളം ഒരു ഒറ്റപ്പെട്ട ക്യാൻവാസിലല്ല, ഒരു വലിയ ക്യാൻവാസിൽ മാത്രം വായിക്കേണ്ടതല്ല. ഒരു വികസിത കേരളം യാഥാർത്ഥ്യമാവണമെങ്കിൽ ഒരു വികസിത തിരുവനന്തപുരം ഉണ്ടാവണം, ഒരു വികസിത വർക്കല ഉണ്ടാവണം, ഒരു വികസിത ആറ്റിങ്ങൽ ഉണ്ടാവണം, ഒരു വികസിത നെയ്യാറ്റിൻകര ഉണ്ടാവണം. അങ്ങനെ കേരളത്തിലുടനീളം നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളും വികസിച്ചു വരണം. അതിനുള്ള അവസരം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 12 വർഷം മലയാളികൾക്ക് അത് മിസ്സായി. മോദിയെ അധികാരത്തിലിരിക്കുന്നു. എന്തും ചെയ്യാൻ തയ്യാറായി നരേന്ദ്രമോദി നമ്മുടെ കൂടെയുണ്ട്. പണത്തിന് മുട്ടില്ല, പഞ്ഞമില്ല. എല്ലായിടത്തും മോദിയുടെ കൈ എത്തുന്നു. വാരിക്കോരി കേരളത്തിന് സഹായിക്കുന്നു. പക്ഷേ കേരള ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? സ്വന്തമായി വരുമാന മാർഗമില്ല. മുഖ്യമന്ത്രി അന്നത്തെ ധനകാര്യമന്ത്രി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കിഫ്ബി ഇടപാടിൽ ഇഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കിഫ്ബി ഇടപാടിൽ ഒരു ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രശ്നം എന്നുള്ള നിലയിലാണ്. അല്ല, അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഇടപാട് നടന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടാണ്. മസാല ബോണ്ട്,
ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്റ്റോക്ക് മാർക്കറ്റിലും സിംഗപ്പൂർ സ്റ്റോക്ക് മാർക്കറ്റിലും മസാല ബോണ്ട് എന്ന പേരിൽ ഇവര് ഇന്ത്യയിൽ ആഭ്യന്തര വായ്പ 7.4% കിട്ടുന്ന ലോൺ ആയിരക്കണക്കിന് കോടി 9.5% എടുത്തിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും പണയപ്പെടുത്തി, ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പണയപ്പെടുത്തി 7.4% ഇന്ത്യയിൽ ലഭിക്കുമായിരുന്ന വായ്പ വിദേശത്ത് പോയി മസാല ബോണ്ട് ഇറക്കി 9.5% കടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കുറ്റം. അതിൽ വലിയ കമ്മീഷൻ ഇടപാട് നടന്നിരിക്കുന്നു. തോമസ് ഐസക്കൊക്കെ വലിയ ജുബ്ബയുമിട്ട് തൊഴിലാളി വർഗ സർവാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒന്നാം തരം അമേരിക്കയുടെ ഏജന്റാണ് ഈ തോമസ് ഐസക്ക്. അങ്ങനെയുള്ള ആളുകള് മുതലാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ഇവിടെ നടപ്പാക്കിയ എല്ലാ പരിഷ്കാരങ്ങളും അവരുടെ സാമ്പത്തിക ഇടപാടിന് വേണ്ടി മാത്രമാണ്. മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇ ഡി അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിന്റെ കയ്യിൽ പണമില്ല. ഇവിടെ ലഭ്യമായ വായ്പ സ്വീകരിക്കുന്നതിന് പകരം 10,000-കണക്കിന് കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടിൽ കിഫ്ബിയുടെ മസാല ബോണ്ട്. എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്? മാസം നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുണ്ട്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകുന്ന ആനുകൂല്യങ്ങൾ, ഇവിടെ ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ നിങ്ങൾ പോയാൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരാക്കണമെന്ന് പറഞ്ഞല്ലോ മോദി സർക്കാർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ. വീണ ജോർജ് പറഞ്ഞു ആയുഷ്മാൻ ആരോഗ്യ കയ്യിൽ വെച്ചാൽ മതി, ആക്കൂല. ആക്കി കഴിഞ്ഞു. ബ്രാൻഡിംഗ് ആണെന്ന് പറഞ്ഞു. ബ്രാൻഡിംഗ് അല്ല. ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളിലെ ചികിത്സയ്ക്കുള്ള പണം, മരുന്നുകളുടെ സൗജന്യം, അതിനുള്ള പണം, ഡോക്ടർമാരുടെ ശമ്പളം, നഴ്സുമാരുടെ ശമ്പളം, ഹെൽത്ത് വർക്കേഴ്സിന്റെ ശമ്പളം, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതെല്ലാം നാഷണൽ ഹെൽത്ത് മിഷന്റെ ധനസഹായമാണ്. ഓരോ വർഷവും കേരള ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ മാറ്റിവെക്കുന്ന പണം കുറച്ച് കൊണ്ടുവരികയാണ്. എന്നാൽ മോദി സർക്കാർ ഓരോ വർഷവും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിക്കൊണ്ടുവരികയാണ്. പക്ഷെ പ്രയോജനം സാധാരണക്കാരന് കിട്ടുന്നില്ല. നടത്തിപ്പ് മുഴുവൻ ഇവരാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പാണ്. നമ്മളെ ഭരണഘടന ഫെഡറൽ ഭരണഘടനയാണ്. അതുകൊണ്ട് ഒരു ടീം ഇന്ത്യ എന്നുള്ള കാഴ്ചപ്പാടാണ് മോദി സർക്കാരിന്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ നടക്കുന്നു. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്നു. ഈ ചോദ്യമാണ് NDA ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. പിന്നെ പിണറായി വിജയന്റെ മുന്നണിക്കും UDFന്റെ മുന്നണിക്കും എങ്ങനെ ആളുകൾ വോട്ട് ചെയ്യും? ഞാനിവിടെ വരുമ്പോ എന്റെ മുൻ പ്രാസംഗികൻ യുവമോർച്ച നേതാവ് ശബരിമലയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു പോറ്റിയോ മുരാരി ബാബുവോ അല്ലെങ്കിൽ അവസാനം അറസ്റ്റിലായ വാസുവോ പത്മകുമാറും മാത്രം നടത്തിയതല്ല. വാസുവിനും പത്മകുമാറിനും മാത്രമായിട്ട് ഇങ്ങനെ സ്വർണം ചെമ്പാക്കി മാറ്റാൻ കഴിയില്ല. ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും, ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണവും വൈരവും രത്നങ്ങളും അമൂല്യമായ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം അടിച്ചുമാറ്റി കൊണ്ടുപോവാൻ ഒരു രാഷ്ട്രീയ തീരുമാനം അവരെടുത്തിരുന്നു. ഇത് 2016, 17, 18 കാലയളവിൽ നവോത്ഥാനം തലയ്ക്ക് പിടിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ആലോചിച്ച് ഉറച്ചെടുത്ത ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. എന്താ അത് പറയാൻ കാരണം? ആദ്യം അവർ തീരുമാനിച്ചു ക്ഷേത്ര വിശ്വാസങ്ങളെല്ലാം തകർക്കണം. അതിനു വേണ്ടിയിട്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ലംഘിക്കണം. അതിനാണ് യുവതീ പ്രവേശന വിധി അവർ ഉപയോഗപ്പെടുത്തിയത്. ആക്ടിവിസ്റ്റുകളെ ബലം പ്രയോഗിച്ച് അവിടെ കൊണ്ടുപോയി പോലീസ് അകമ്പടിയോടുകൂടി 18-ാം പടി ചവിട്ടിപ്പിച്ചത് വെറുതെയുള്ള ഒരു തീരുമാനമല്ല.
താൻ നവോത്ഥാന നായകനാണ്, ഇനി വരുന്ന തലമുറ തന്റെ പേരിൽ നവോത്ഥാന നായകനായി എഴുതപ്പെടണം. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താണ് അവർ ഈ നടപടികളെല്ലാം എടുത്തത്. അവർക്ക് മനസ്സിലായി നാസ്തികവാദത്തിന്റെ, ഭൗതികവാദത്തിന്റെ രാഷ്ട്രീയത്തിന് ഇനി കേരളത്തിൽ വിലപ്പോവില്ല. ഇവിടെ ദേശീയ നവോത്ഥാനം അലയടിച്ചുയരുകയാണ്. കഴിഞ്ഞ 10-15 വർഷമായി കേരളത്തിലുടനീളം വലിയൊരു ആധ്യാത്മിക നവോത്ഥാനം ഉയർത്തെഴുന്നേൽക്കുകയാണ്. 15,000, 20,000 ക്ഷേത്രങ്ങൾ കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ പുനരുദ്ധരിക്കപ്പെട്ടു. നിങ്ങൾക്ക് ഏത് ഗ്രാമത്തിൽ ചെന്ന് നോക്കിയാലും അറിയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിൽ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ 10-15,000 ചെറുതും വലുതുമായ അമ്പലങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടു. നാട് നീളെ സത്സംഗങ്ങളും സപ്താഹങ്ങളും ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ശക്തമായി ജനപിന്തുണയോടുകൂടി ശക്തിപ്പെടുകയാണ്. പണ്ട് രാമായണ മാസം RSSകാർ മാത്രം നടത്തുന്നതായിരുന്നു. ഇന്ന് കേരളത്തിലെ സമുദായം ഒന്നടങ്കം രാമായണ മാസം ആചരിക്കുന്നു. പണ്ട് ശ്രീകൃഷ്ണ ജയന്തി ബാലഗോകുലം മാത്രം നടത്തുന്നതായിരുന്നു. ഇന്നിപ്പോൾ ബാലഗോകുലം ഇല്ലെങ്കിലും സമാജം ശ്രീകൃഷ്ണ ജയന്തി ഏറ്റെടുത്തു. പണ്ട് ഗണേശോത്സവം മുംബൈയിൽ മാത്രമാണ് നടന്നിരുന്നത്. ഇന്ന് കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ഗണേശോത്സവം നടക്കുന്നു. മാതാ അമൃതാനന്ദമയി ദേവിയും ശ്രീ രവിശങ്കറും ശ്രീനാരായണ ധർമ്മ ശിവഗിരി മഠവും, അങ്ങനെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ച ഒരു വലിയ റിനൈസൻസ്, ഒരു നവോത്ഥാനം, കേരളത്തിൽ ശരിയായ നവോത്ഥാനം ഉടലെടുത്തു എന്നവർക്ക് മനസ്സിലായി. അപ്പൊ അത് തകർക്കണം. വെറുതെ ഉണ്ടാക്കിയതല്ല പിണറായി വിജയന്റെ നവോത്ഥാനം. പിന്നെ അവർക്ക് മനസ്സിലായി 2015-ലും 20-ലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ അങ്ങോട്ട് നോക്കിയാൽ മധൂർ മദനന്ദേശ്വര ക്ഷേത്രം വരെ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ മധൂർ മദനന്ദേശ്വര ക്ഷേത്രം വരെയുള്ള എല്ലാ ക്ഷേത്ര നഗരികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ ജയിച്ചു. വളരെ അപൂർവം. കഴിഞ്ഞ 20-ൽ ആറ്റുകാലിൽ നമുക്കൊരു സീറ്റ് പോയാൽ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഗുരുവായൂരിലായാലും കൊടുങ്ങല്ലൂരിലായാലും കൊട്ടാരക്കരയിലായാലും വൈക്കത്തായാലും ഏറ്റുമാനൂരിലായാലും വടക്കുന്നാഥനിലായാലും അങ്ങ് ചെന്ന് കണ്ണൂരും കാസർഗോഡും കടന്ന് മദനന്ദേശ്വരൻ വരെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ക്ഷേത്ര നഗരികളിലും BJP തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇതെല്ലാം അവർക്ക് മനസ്സിലായി തങ്ങളുടെ രാഷ്ട്രീയത്തിന് ഇനി അധികം ഇവിടെ നിലനിൽപ്പില്ല. ഇടക്കാലത്ത് അവർ ക്ഷേത്രങ്ങളിലെല്ലാം കടന്നുകൂടി അതിന്റെ ഭരണം പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അതും പരാജയപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ വിശ്വാസത്തെ തകർക്കുക, അതാണ് നവോത്ഥാനത്തിനായി ശബരിമലയെ ഉപയോഗിച്ചത്. അതേസമയം അവർ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിലെ സമ്പത്ത് കൊള്ളയടിക്കുക. ഞാൻ വെറുതെ പറഞ്ഞു പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പണ്ട് നമ്മുടെ പത്മനാഭസ്വാമിയുടെ സ്വർണശേഖരം എടുക്കാൻ വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇവിടെ നടന്നിരുന്നു. അന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത്. ഓർമ്മയില്ല നിങ്ങൾക്ക്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണശേഖരം എടുത്ത് സർക്കാരിന്റെ അധീനതയിലാക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ പ്രചാരണം നടത്തി. നമ്മുടെ നീലലോഹിതദാസൻ നാടാരുടെ ഭാര്യ MLA അടക്കം അതിനുവേണ്ടി നിയമസഭയിൽ വലിയ ബഹളം വെച്ചു. CPMന്റെ MLAമാരെല്ലാം അതിനെ പിന്തുണച്ചു. പക്ഷെ തിരുവിതാംകൂറിലെ ദേശീയ ജനത അതിനെ ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിച്ചതുകൊണ്ടും സുപ്രീം കോടതിയുടെ ഇടപെടൽ അനിവാര്യമായതുകൊണ്ടുമാണ് ആ ദൗത്യം ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചത്. ക്ഷേത്രങ്ങൾ തകർക്കുക, ക്ഷേത്രങ്ങളിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളത് പിണറായി വിജയൻ രാഷ്ട്രീയമായി എടുത്ത ഒരു തീരുമാനമാണ്. പണ്ട് ടിപ്പു സുൽത്താൻ ചെയ്ത അതേ പണിയാണ്. ടിപ്പു സുൽത്താൻ കാലാൾപ്പടയും കുതിരപ്പടയും സൈന്യത്തെ ഉപയോഗിച്ചാണ് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതെങ്കിൽ പിണറായി വിജയന്റെ കാലാൾപ്പടയായ കടകംപള്ളി സുരേന്ദ്രനെയും വാസവനെയും പത്മകുമാറിനെയും വാസുവിനെയും എല്ലാം അണിനിരത്തിയാണ് ഈ ക്ഷേത്രക്കൊള്ളകൾ അവർ ആസൂത്രണം ചെയ്തത്. രണ്ടും തമ്മിലൊരു വ്യത്യാസവുമില്ല. ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്തിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ കന്യാകുമാരിയിലുള്ള ക്ഷേത്രവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പടയോട്ടം നടത്തിയത്.
തിരുവനന്തപുരത്തെ പൗരന്മാർ വിചാരിക്കേണ്ട ഇവിടേക്ക് വരാൻ അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്ന്. പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് വൈക്കം പത്മനാഭ പിള്ള എന്ന് പറയുന്ന ഒരു മഹാനായ പോരാളി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ടിപ്പുവിനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രവും അവർ കൊള്ളയടിക്കുമായിരുന്നു. ടിപ്പു സുൽത്താന് നടത്താൻ കഴിയാതെ പോയതാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞു, ഒരു അന്താരാഷ്ട്ര കുറ്റവാളി വിഗ്രഹമോഷ്ടാക്കൾ ചെയ്യുന്നത് പോലെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതല്ല, ഹൈക്കോടതി ബഹുമാനപ്പെട്ട. ശരിയല്ലേ? അന്താരാഷ്ട്ര കുറ്റവാളികൾ എന്താ ചെയ്യുന്നത്? വിഗ്രഹമോഷ്ടാക്കൾ എന്താ ചെയ്യുന്നത്? ബാങ്ക് കൊള്ളയടിക്കുന്നവർ എന്താ ചെയ്യുന്നത്? ആദ്യം കാവൽക്കാരെ വെടിവെച്ച് താഴെയിടും. ശരിയല്ലേ? പിണറായി വിജയനും അത് തന്നെയാണ് ചെയ്തത്. അയ്യപ്പന്റെ കാവൽക്കാരാണ് ദ്വാരപാലകന്മാര്. അയ്യപ്പന്റെ കാവൽക്കാരായ ദ്വാരപാലകന്മാരുടെ സ്വർണം കൊണ്ടുപോയി. പിന്നെ എന്താ ചെയ്യുക? കള്ളൻ വാതിൽ പൊളിക്കും. ഈ പിണറായി വിജയനും അയ്യപ്പന്റെ വാതിൽ പൊളിച്ച് സ്വർണം കൊണ്ടുപോയി. പിന്നെ ചുമര് കുത്തി നോക്കും. ഈ പിണറായി വിജയന്റെ തസ്കര സംഘം ശബരിമലയിലെ ചുവരുകളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു 15 ദിവസം കൂടി വൈകിയിരുന്നെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹവും അടിച്ചു കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിയും സർക്കാരുമായി കേരളത്തിലെ ഇടത് സർക്കാർ മാറുമായിരുന്നു, മുഖ്യമന്ത്രി മാറുമായിരുന്നു. അയ്യപ്പൻ ചെറിയ ആളല്ലാത്തതുകൊണ്ട് സത്യങ്ങൾ വെളിച്ചത്ത് വന്നു. 9 കോടി രൂപ ചെലവഴിച്ച് ഈ കൊള്ള മറിക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. പക്ഷെ അത് നടത്തി ഒരാഴ്ച കഴിയുമ്പോഴേക്കും കൊള്ളയുടെ വിശദാംശങ്ങളെല്ലാം പുറത്തു വന്നു. ഇപ്പൊ SIT അന്വേഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതാണ്, അന്വേഷണം വഴിതെറ്റിക്കുകയാണ്, അവതാളത്തിലാക്കുകയാണ്. ശരിയായ അന്വേഷണമല്ല ഇപ്പോൾ നടക്കുന്നത്. ഹൈക്കോടതിയെ കബളിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. റാന്നി കോടതിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, SIT. റാന്നി കോടതിയിൽ സ്വർണ്ണക്കൊള്ളയുടെ FIR ആവശ്യപ്പെട്ടുകൊണ്ട് ED ഒരു ഹർജി ഫയൽ ചെയ്തു. റാന്നി കോടതിയിൽ സർക്കാർ അഭിഭാഷകർ പറഞ്ഞു, ഞങ്ങൾ ശരിയല്ല, ഹൈക്കോടതിയിലാണ്, അതുകൊണ്ട് അവർക്ക് തടസ്സമുണ്ട്. നോക്കണം നിങ്ങൾ, പിണറായി വിജയന്റെ അഭ്യർത്ഥനയാണ് അവിടെ നടന്നത്. ED ഹൈക്കോടതിയെ സമീപിച്ചു. ഇന്ന് വന്ന വാർത്തയാണ്. ഇന്ന് മറ്റേ വാർത്തയിൽ ഇത് മുങ്ങിപ്പോയതാണ്. ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങൾക്ക് FIR എടുക്കുന്നതിന് തടസ്സമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് FIR ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്താ കാരണം? ED അന്വേഷിച്ചാൽ മറ്റ് പല കുറ്റവാളികളിലേക്കും കേസന്വേഷണം പോകും. വാസു പിണറായി വിജയന്റെ സ്വന്തം ആളാണ്. പത്മകുമാർ മുഖ്യമന്ത്രിയുടെയും കടകംപള്ളിയുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരാണ്. ശരിയായ നിലയിൽ അന്വേഷണം നടന്നാൽ അടുത്ത അറസ്റ്റ് അയ്യപ്പന്റെ കൃപ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നായിരിക്കുമെന്നുള്ള കാര്യത്തിൽ, ഈ നഗരസഭയിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. തൊട്ടപ്പുറത്ത് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നായിരിക്കും അടുത്ത അറസ്റ്റ് നടക്കാൻ പോകുന്നത്. പിന്നെ കോട്ടയത്ത് നിന്നായിരിക്കും. ഇവരെല്ലാം ആസൂത്രണം ചെയ്തതാണ് ഈ കൊള്ള. പോറ്റിയുടെ പങ്ക് പണം, സ്വർണ്ണക്കൊള്ളയിലെ പണം ഇവരെല്ലാം വീതം വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സർക്കാർ, സ്വർണ്ണക്കൊള്ളക്കാർ, അവരെ സഹായിക്കാനാണ് UDFകാർ ഈ പണിയെടുക്കുന്നത്. എന്നിട്ട് ഫേസ്ബുക്ക് പ്രൊഫൈൽ മാറ്റുകയാണ്. എടാ UDFകാരെ, നിങ്ങൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ മാറ്റിയിട്ടുകൊണ്ടാണോ ശബരിമലയെ സംരക്ഷിച്ചത്? ശബരിമലയിൽ മനീതി സംഘത്തെയും അവിശ്വാസികളെയും പോലീസിന്റെ സഹായത്തോടെ നിങ്ങൾ 18-ാം പടി ചവിട്ടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഊണും ഉറക്കവുമില്ലാതെ കേരളത്തിലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് അമ്മമാർ സ്വന്തം ജീവൻ പോലും നോക്കാതെ സന്നിധാനത്ത്, പമ്പയിൽ, മരക്കൂട്ടത്ത്, എരുമേലിയിൽ എല്ലായിടത്തും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കെ മുരളീധരനും UDF-ഉം അമ്പലം കൊള്ളക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളികളെല്ലാം ഇവിടെ കളിക്കുന്നത്. UDF-ന് ചെയ്യുന്ന ഓരോ വോട്ടും സ്വർണ്ണ കൊള്ളയ്ക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. തിരുവനന്തപുരം നഗരസഭയിൽ പലയിടത്തും ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തി, പേരിനൊരു സ്ഥാനാർത്ഥികളെ നിർത്തി LDF-നെ സഹായിക്കാനുള്ള ഗൂഢനീക്കമാണ് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പിണറായി വിജയന്റെ സ്വർണ്ണക്കൊള്ള അഴിമതി ഭരണം അവസാനിപ്പിക്കണമെങ്കിൽ ഈ നാട്ടിലെ ഓരോ പൗരനും NDA-ക്കും BJP-ക്കും വോട്ട് ചെയ്യണം. കോൺഗ്രസിനും UDF-നും ചെയ്യുന്ന ഓരോ വോട്ടും പിണറായി വിജയന്റെ കരങ്ങൾക്ക് ശക്തിപ്പെടുത്താനുള്ള വോട്ടാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വർണ്ണ കൊള്ളക്കാരെ, വികസന വിരോധികളെ, രാജ്യദ്രോഹ ശക്തികളെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നവരെ ശരിയായി പ്രതിരോധിക്കുന്ന മുന്നണി NDA മാത്രമാണ്. LDF PDP-യുടെ കൂടെയാണ്, SDP-യുടെ കൂടെയാണ്, UDF വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്. ചെങ്കോട്ടയിൽ ബോംബ് വെച്ചവരെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കുകയാണ് LDF-ഉം UDF-ഉം. മതഭീകരവാദ ശക്തികളെ, നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയാണ് LDF-ഉം UDF-ഉം. അവരെ പരാജയപ്പെടുത്തി വികസനത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നവരെ വിജയിപ്പിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ വോട്ടർമാരുടെയും കൂടി കടമയാണ്. പിന്നെ കോൺഗ്രസിലേക്ക് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? നമ്മള് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബണ്ടി ചോറിന് ലുക്കൌട്ട് നോട്ടീസ്, ആന്റണിക്ക് ലുക്കൌട്ട് നോട്ടീസ്, ഗോവിന്ദചാമിക്ക് ലുക്കൌട്ട് നോട്ടീസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള കോൺഗ്രസ് നേതാവിന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് 8 ദിവസമായി. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? കോൺഗ്രസിനെ കണ്ടാൽ ചാണകവെള്ളം തളിക്കണം എന്നുള്ള സ്ഥിതി വന്നില്ലേ കേരളത്തിൽ? അതല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ? എല്ലാ മര്യാദകളും ലംഘിക്കുകയല്ലേ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവര്. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾ പാർട്ടിയിൽ അകത്തിട്ടാലും കുഴപ്പമില്ല, പുറത്തിട്ടാലും കുഴപ്പമില്ല. പാലക്കാട് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടി നിയമസഭാ സാമാജികനായിരിക്കുന്ന ഒരാൾക്ക് അവിടെ ഇരിക്കാനുള്ള അവകാശമില്ല. ആദ്യം കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് ആ MLA-യുടെ നിയമസഭാ സാമാജികത്വം രാജിവെപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജാതിയും മതവും പറഞ്ഞ് വർഗീയത ഇളക്കിവിട്ട് കള്ളപ്രചാരണം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വന്നാൽ ആറ്റുകാൽ പൊങ്കാലയുടെ കാശടക്കം അടിച്ചു മാറ്റുക. ഇങ്ങനെയുണ്ട് ഒരു കക്കൽ. ആറ്റുകാൽ പൊങ്കാല നടക്കാത്ത കോവിഡ് കാലത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ലോറിയും മറ്റേ വണ്ടിയും ഓടിച്ചു എന്ന് പറഞ്ഞ് കാശ് അടിച്ചു മാറ്റുന്നതിലേക്കല്ല ഒരു കർഷകൻ കയറെടുത്ത് തൂങ്ങിച്ചാവുന്നതല്ലേ? ഇത്രമാത്രം അഴിമതിയുടെ കൂത്തരങ്ങായി മാറി തിരുവനന്തപുരം നഗരസഭ. ഗോവിന്ദ മാഷ് പറയുന്നത് ന്യൂയോർക്ക് മേയർക്ക് പ്രചോദനം കിട്ടിയത് നമ്മളെ മേയറെ കൊണ്ടാണെന്നാണ്. ദൈവമേ, ഇങ്ങനെ തള്ളാവോ ഗോവിന്ദ മാഷ്? ന്യൂയോർക്ക് മേയർക്ക് പ്രചോദനം കിട്ടിയത് ഇങ്ങനെയാണോ? എന്നാ പിന്നെ പ്രചോദനം കിട്ടിയ മേയറെ എന്താ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തത്? അപ്പൊ ഗോവിന്ദ മാഷ് പറയാണ് മേയറായിരുന്ന ആളെ ഡെപ്യൂട്ടി മേയറാക്കാൻ പറ്റൂല. അത് എന്ത് ന്യായമാ മാഷ്? മേയർ ജനറൽ ആർക്ക് വേണമെങ്കിലും ആവാം, പുരുഷനാവാം, സ്ത്രീക്കും ആവാം. അപ്പൊ ഈ നാട്ടിൽ പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടല്ലേ അവര് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തത്. ന്യൂയോർക്കിലെ മേയറെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ആളെ തിരുവനന്തപുരത്ത് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ? അതിനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. മോദി സർക്കാർ ഇപ്പോ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ കുട്ടികൾക്ക് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. തലയിൽ മുണ്ടിട്ടാണ് അവിടെ പോയി ഒപ്പിട്ടത്. എന്താ PM ശ്രീയിലെ കുഴപ്പം? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കുട്ടികൾ വലിയ പ്രതിസന്ധിയിലാണ്. പ്രധാന അധ്യാപകരാവാൻ സ്കൂളുകളിൽ ആളില്ല.
പേടിച്ചിട്ടാ. എന്താ, പ്രധാന അധ്യാപകനായ ഉച്ചക്കഞ്ഞി കൊടുക്കാനുള്ള ഒരു വരുമാനമില്ല. വിറകിന് വാടകയ്ക്ക് പിന്നെ ലോൺ എടുക്കണം, അരി വാങ്ങാൻ ലോൺ എടുക്കണം, പയറിന് ലോൺ എടുക്കണം. പ്രധാന അധ്യാപക തസ്തികൾ ഒഴിഞ്ഞു കിടക്കുക. ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച ബിരിയാണി കൊടുക്കുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് വെള്ളിയാഴ്ച കൊടുക്കുന്നതെന്ന്, ബാക്കി 5-4 ദിവസം കൊടുക്കാത്തത്. അതായത് ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ പ്രവേശനോത്സവത്തെ പറഞ്ഞില്ല എന്താ മോനെ വേണ്ടെന്ന് വെച്ചാൽ അവൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വേണമെന്നോ, ഇല്ലേ? അപ്പോൾ നമുക്കെല്ലാം സങ്കടമായി, എന്ത് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ. ശിവൻകുട്ടി പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി കൊടുക്കാം. എവിടെ നിന്ന് അരി വാങ്ങാൻ കാശില്ല, പയറിന് കാശില്ല, വിറകിന് വഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു